ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലൈൻഡ് ബാഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഓൺ വോയിസിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ എനിക്കറിയുന്നവരാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിരുന്നു ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തന്നെ ഞാൻ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വെച്ചിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് അവിടെ നടുഭാഗം പിന്നെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഈ കവറിൻ്റെ പുറം ഭാഗം വരുന്നിടത്തിൽ ഇതേപോലെ എഴുതി. ഈ മെലഡി തീമിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ പെൻസിൽ കൊണ്ട് എഴുതിയതിന് ശേഷം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഞാൻ കളർ വെച്ചൊന്ന് ജസ്റ്റ് കളർ ചെയ്തു. മെലഡി തന്നെ ആയതുകൊണ്ട് ഒരു ബ്ലൂവും സ്കൈ ബ്ലൂവും പിങ്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ജസ്റ്റ് ബാക്ക് ഭാഗം മടക്കിയ ഭാഗത്ത് ജസ്റ്റ് പശ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗവും പിന്നെ അതിൻ്റെ അടിഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നെക്സ്റ്റ് ഒരു സ്കുഷി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ബ്ലൈൻഡ് ബാഗ് ആയതുകൊണ്ട് എല്ലാം ഒരേ തീമിൽ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ മെലഡീൻ്റെ തന്നെ സ്കുഷി ഉണ്ടാക്കാൻ വിചാരിച്ചു. ജസ്റ്റ് അങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് ഞാനൊരു ബ്രൗൺ സ്കെച്ച് പെന്നാണ് കേട്ടോ ഔട്ട്ലൈൻ കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒരു പിങ്ക് പിന്നെ സ്കെച്ച് പെൻ എടുത്തിട്ട് അത് അടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു A4 ഷീറ്റിൻ്റെ പകുതി മടക്കിയതിന് ശേഷമാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് വെട്ടിയെടുത്തത്. അപ്പോൾ സ്കുഷി ഉണ്ടാക്കുമ്പോൾ 2 വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക മറ്റേതും കൂടെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഒട്ടിച്ച് അതിലേക്ക് മറ്റേ സ്പോഞ്ച് നിറക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്കൊരു കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സിനും ഇതേപോലെ തന്നെ പിന്നെ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രൗൺ സ്കെച്ച് കൊണ്ട് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്ത് ജസ്റ്റ് അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ അതിൻ്റെ കളറൊക്കെ അടിച്ച് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതും വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് റെഡി. അപ്പോൾ സ്റ്റിക്കേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു A4 ഷീറ്റിൻ്റെ ഹാഫ് ഭാഗം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ ചെറിയൊരു കവർ ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് യു ഗോട്ട് എപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്കുഷി ഇട്ടു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കവർ ഉണ്ടാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതെന്താന്ന് ഇങ്ങനെ അൺബോക്സിങ് സമയത്ത് എന്താ പറയുക ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതും അതിലേക്ക് ഇതാക്കി. എന്നിട്ട് അത് രണ്ടും കൂടെ എന്താക്കി നമ്മൾ വലിയ കവറിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ പശയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനലി ടച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡോട്ട് വര ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിൽ ഒരുപാട് ഇതുണ്ട്, കമ്മോണ് എപ്പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.